തോക്ക് ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്നു. എറണാകുളം കുണ്ടന്നൂരാണ് ഈ സംഭവം. നോട്ട് ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കവർച്ച നടന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കുണ്ടന്നൂരിലെ നാഷണൽ സ്റ്റീൽ കമ്പനി ഉടമ സുബിൻ്റെ 80 ലക്ഷം രൂപയാണ് കവർച്ച ചെയ്ത് കൊണ്ടുപോയത്. സുബിന് കുറേ നാളുകളായിട്ട് സ്റ്റീലിൻ്റെ ബിസിനസ്സാണ് കുണ്ടന്നൂരിൽ നടത്തുന്നത്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നോട്ടിരപ്പിലേക്ക് അദ്ദേഹം ഒന്ന് മാറി സഞ്ചരിച്ചത്. ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ കുറേ പണം മുടക്കിയാൽ 10-30% കൂടുതൽ പണം ലഭിക്കും എന്ന് വടുതലയിലുള്ള സജി എന്നൊരാൾ, അയാൾക്ക് 30 വയസ്സുണ്ട്, അയാൾ സുബിൻ്റെ സുഹൃത്താണെന്ന് തോന്നുന്നു, അയാൾ പറഞ്ഞു. സാമ്പത്തിക ഞെരുക്കമുള്ള സുബിന് അതിന് വഴങ്ങി. പലരിൽ നിന്നും കടം വാങ്ങിച്ചുകൊണ്ടായിരിക്കാം 80 ലക്ഷം രൂപ ശരിയാക്കി വെച്ചു. ഈ 80 ലക്ഷം രൂപ കൊടുത്താൽ 1,10 ലക്ഷം രൂപ മടക്കി കിട്ടും. ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്നൊരു സംഗതിയുണ്ട്, അതിലിട്ട് കഴിഞ്ഞാൽ ഇത്രയും പണം വരും എന്നാണ് വിശ്വസിപ്പിച്ചത്. എന്തായാലും സുബിന് അതിന് തയ്യാറായി 80 ലക്ഷം രൂപ റെഡിയാക്കി വെച്ചു. സജിയുടെ സുഹൃത്തുക്കളായ 2 പേര് എറണാകുളംകാരാണ്. അവർ ജോജി എന്ന് പറഞ്ഞയാളും ജിഷ്ണു എന്ന് പറഞ്ഞയാളും അവരാണ് ഈ കഥകൾ മുഴുവൻ സുബിൻ്റെ അടുത്ത് പറഞ്ഞത്. അവരുടെ ഇടപാടിലാണ് ഈ ആൾക്കാർ വന്ന് ഈ ട്രേഡ് പ്രോഫിറ്റ് ഫണ്ടിലേക്ക് പണം നിക്ഷേപിച്ച ഉടൻ തന്നെ 1,10 ലക്ഷം രൂപ ലഭിക്കുന്നത് അവർ മുഖേനയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എത്ര ദിവസം കൊണ്ടാണ് ഇയാളുടെ മനസ്സ് മാറ്റിയെടുത്തത് നമുക്കറിയില്ല. ഏതായാലും സുബിൻ അതിന് തയ്യാറായി 80 ലക്ഷം രൂപയായിട്ട് റെഡിയായിട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റീൽ കമ്പനിയിൽ. അവിടെ എറണാകുളംകാരനായ ജിഷ്ണുവും ജോജിയും വന്നു. അവരുടെ കെയർ ഓഫിലാണ് ഈ പണം ഇരട്ടിച്ച് നൽകുന്ന ആൾക്കാർ വരുന്നത്. അവർ 4 പേര് ഒരു കാറിൽ വന്നു. ഇവർ 2 പേരും ജോജിയും ജിഷ്ണുവും സജിയും അവർ ഈ പണം എണ്ണുകയാണ്. 80 ലക്ഷം രൂപയുള്ളതുകൊണ്ട് അത് എണ്ണിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ 4 പേര് ഒരു കാറിൽ വന്നിട്ട് തോക്ക് ചൂണ്ടി വടിവാൾ വീശി എല്ലാവരും ജീവനക്കാരെല്ലാം ഇറങ്ങി ഓടി. സുബിനും സജിയും ഇറങ്ങി ഓടി. എന്തായാലും പണം അടിച്ചുകൊണ്ട് അവർ പോയി. കാർ രക്ഷപ്പെട്ടു. കുണ്ടന്നൂർ ഭാഗത്തേക്ക് കാർ ഓടിച്ചിട്ട് പിന്നെ മരട് റോഡിലേക്ക് തിരിഞ്ഞ് അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. പണം 80 ലക്ഷം പോയി. ഇവയുടെ കൂടെയുള്ള ജോജിയും ജിഷ്ണുവും അവർ പോയതിന് പിന്നാലെ ഈ ബഹളത്തിനിടയ്ക്ക് അവർ 2 പേരും എറണാകുളംകാരും രക്ഷപ്പെട്ടു പോയി. അവർ 2 പേരും ഈ ഗാങ്ങിൻ്റെ ഏജൻറ്റുമാരാണ്. ഈ കവർച്ച നടത്തുന്ന 4 പേരുടെ ഏജൻറ്റുമാരാണ്. സജി എന്ന ആളെ എന്തായാലും സുബിനും മറ്റ് ജീവനക്കാരും കൂടെ പിടിച്ചു വെച്ചു. അല്ല, അയാളും ഓടി രക്ഷപ്പെട്ടതിനെ. അതിനുശേഷം പോലീസിൽ അറിയിച്ചു. എറണാകുളത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് വന്നു. അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങളൊന്നും ഈ സ്റ്റീൽ കമ്പനി, ഇത്ര വലിയ സ്റ്റീൽ കമ്പനിയായിട്ട് അത് പ്രവർത്തിക്കാതിരിക്കുകയായിരുന്നു. എന്തായാലും പോലീസ് രംഗത്ത് വന്നതോടുകൂടി അവൻ്റെ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ ഒക്കെ പരിശോധിച്ചപ്പം വന്ന കാറിൻ്റെ നമ്പർ തുണി കൊണ്ട് മറച്ചു വെച്ചിട്ടാണ് അവർ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൻ്റെ തുമ്പുണ്ടാവും എന്നാണ് കരുതുന്നത്. കാരണം സജി എന്ന ആൾ പോലീസ് കസ്റ്റഡിയിലേക്ക് എത്തി. അയാളെ സുബിനും സംഘവും പിടിച്ചു വച്ചതുകൊണ്ട് അയാളെ കിട്ടിയതോടുകൂടി എറണാകുളംകാർ 2 പേരെ തീർച്ചയായിട്ടും ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അവരെ കിട്ടിക്കഴിഞ്ഞാൽ ആരാണ് പണം അടിച്ചുകൊണ്ട് പോയത് എന്നും കണ്ടെത്താൻ സാധിക്കും. പക്ഷേ 80 ലക്ഷം രൂപ കൊണ്ടുപോയത് പ്രതികളെ കിട്ടിയാലും അത് മുഴുവൻ കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് തോന്നുന്നു. കാരണം പണം പങ്കുവെച്ച് പോകും. 10, 15, 20 ലക്ഷം രൂപ വീതിച്ചെടുത്ത് അവർ ഓരോ ഏരിയയ്ക്ക് പോകും. താമസിക്കും തോറും പണം അവർ കൂടുതൽ ചിലവാക്കും. എന്തായാലും ഒരാളെ കസ്റ്റഡി കിട്ടിയതുകൊണ്ട് ഈ ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് ഇതിനകത്തുനിന്ന് പണം നിക്ഷേപിച്ചു എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ നിക്ഷേപിച്ച അത്രയും പണം കിട്ടുമെന്ന് പറഞ്ഞാൽ സുബിനെ പോലെയുള്ളവർ ഇന്ന് സമൂഹത്തിലുണ്ട്. കാരണം
ഇരട്ടിപ്പ് കൊണ്ടൊന്നും ഒരു കാലത്തും ആർക്കും പണം കിട്ടുന്നില്ല. അത് എത്രയോ പേർക്ക് അങ്ങനെ പറ്റിപ്പോയിരിക്കുന്നു. അതാരും മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന്, പ്രത്യേകിച്ച് ഈ വ്യവസായ രംഗത്ത് ഇത്രയും വലിയ വ്യവസായം ചെയ്യുന്ന ഒരാൾക്ക്, സ്റ്റീലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നറിയാമല്ലോ. പിന്നെ സാമ്പത്തിക ഞെരുക്കം വന്നുകൊണ്ടായിരിക്കാം പണം മോഹിച്ച് ഇതിലേക്ക് ചാടുന്നത്. ഏതായാലും രഹസ്യമായി ഇതുപോലുള്ള തട്ടിപ്പുകൾ ധാരാളം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെയുള്ള തട്ടിപ്പ് കൊണ്ടോ അങ്ങനെ ഒരു ഫണ്ടിലേക്ക് പണം ഇട്ടുകൊണ്ടൊന്നും അത് വർദ്ധിച്ചു വരികയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ച് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് അത് ജീവിക്കാൻ പഠിക്കുക, അങ്ങനെ ബിസിനസ് ചെയ്യാൻ പഠിക്കുക. അതിലപ്പുറത്തോട്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാ ബിസിനസ്സുകാർക്കും ഉണ്ടായിരിക്കണം.